ഞാൻ അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവിടെ നടന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമപരമായി സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും ഉണ്ടാവും. എന്താണെന്നതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു പോലീസിന്റെ ഭാവം കൂടിയുണ്ട്. ഒന്ന് സഹകരണ മേഖലയിൽ എന്ത് തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് എനിക്ക് അവിടെ ലഭിക്കേണ്ടത്. നിയമപരമായി അത്തരത്തിലൊരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിന്റെ ഭാഗം കൂടി അവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ കുറ്റക്കാരായവർ ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും നടപടി സ്വീകരിക്കുന്നതിൽ നിന്നും തടയേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് മുഖം നോക്കാതെ ആ വിഷയങ്ങളിൽ നടപടി ഉണ്ടാവും. ഞാൻ സംസ്ഥാനത്താകമാനം സഹകരണ സംഘം രജിസ്ട്രാറോടും സഹകരണ ഡിപ്പാർട്ട്മെന്റിനോടും തന്നെ ഇത്തരത്തിൽ സർചാർജ് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ക്രമക്കേടും വിവിധ കാരണങ്ങളും കാരണം സർചാർജ് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ വിവരം ലഭ്യമായാലുടൻ തന്നെ ഇത്തരത്തിൽ ഉള്ള സംഘങ്ങൾക്കെതിരെയുള്ള എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം നോക്കി കബളിപ്പിക്കലും ഫ്രോഡലൻസ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായ ആക്ഷൻ ഉണ്ടാവും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അതിൽ സഹകരണ വകുപ്പിന്റെ പോർഷനുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ നയം വ്യക്തമാണ്. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. സഹകരണ മേഖലയുടെ വിശ്വാസം വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നിക്ഷേപക സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ ബജറ്റിൽ കൊടുത്തിരിക്കുന്ന റിവൈസ്ഡ് ബജറ്റിൽ തന്നെ സഹകരണ വകുപ്പിന്റെ പ്രപ്പോസലിൽ അത്തരത്തിൽ നിക്ഷേപകരെ സഹായിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹകരണ മേഖലയുടെ വിശ്വാസം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ തട്ടിപ്പുകാരായ ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ അത്തരം നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കുന്നതും സുപ്രധാനമായ ഒരു കാര്യമാണ്. സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലായിരിക്കും നടപടി. നമുക്ക് പ്രാധാന്യം സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ സഹകരണ മേഖലയെ വിശ്വാസ്യതയോടെ നിലനിർത്തുക എന്നത് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിലൊക്കെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. കുറ്റം ചെയ്തവർക്കൊക്കെ വളരെ ഒരു രാഷ്ട്രീയ തണല് കിട്ടിയത് മൂലം ആ തട്ടിപ്പുകളൊന്നും തട്ടിപ്പല്ലാതായി പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ അത്തരത്തിലുള്ള തട്ടിപ്പുകാർക്കെതിരായിട്ടും ഈ സർക്കാർ അന്വേഷണം എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്ന സ്ഥിതി ഉണ്ടാവും. UDF സർക്കാരിനെ സംബന്ധിച്ച് ഒരാൾക്കും ഒരു തട്ടിപ്പുകാർക്കും രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ ഞങ്ങൾ തയ്യാറല്ല. കരുവന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളെ ഞാനതാ ഞാൻ പറഞ്ഞത് സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സമ്പൂർണ്ണമായി നമ്മളൊരു മുൻവിധിയോടുകൂടി പ്രവർത്തിക്കാനില്ല. അല്ലെങ്കിൽ അത് ഇടതുപക്ഷ സംഘങ്ങളായതുകൊണ്ട് കുഴപ്പം അങ്ങനെ ഒരു മുൻവിധി എനിക്കില്ല. വളരെ കൃത്യമായ റിപ്പോർട്ടാണ് ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഇത്തരം ക്രമക്കേടുകൾ നടന്നതും അല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഉള്ളതുമായ മുഴുവൻ സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സഹകരണ മേഖല എന്നത് കേരളത്തിന്റെ നട്ടെല്ലായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കൃത്യമായ പഠനത്തോടെ കൃത്യമായ നടപടികൾ ഉണ്ടാക്കുകയും ഭാവിയിൽ ഈ തട്ടിപ്പ് തടയാൻ ആവശ്യമായ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല നമ്മളൊരു ദിവസം എന്തെങ്കിലും പ്രഖ്യാപനം നടന്നതിന്റെ കാര്യമില്ല. എവിടെയാണ് ഈ സിസ്റ്റം ഫോൾട്ട്, എവിടെയാണ് വിഷയം, അത് കൃത്യമായി മനസ്സിലാക്കി അതിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. സഹകരണ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു നിക്ഷേപകർക്ക് ഈ ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ നമ്മൾ സഹകരണ നിയമങ്ങളിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹകരണ മേഖലയിൽ വിശ്വാസ്യത വീണ്ടെടുക്കണം. നിക്ഷേപകർക്ക് അവരുടെ പണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ സംഘങ്ങളുടെ പ്രവർത്തനം സുതാര്യമാകണം. അപ്പൊ ഇതിന് നിരവധി കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് സർക്കാരിന്റേതായ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം. നിയമപരമായ രീതിയിൽ എങ്ങനെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്താമോ അത് ചെയ്യണം. അപ്പം അത് എന്നത് സമഗ്രമായൊരു പഠനത്തിലൂടെ മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നു വരികയാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനവും പൂർത്തീകരിച്ചതിന് ശേഷം വളരെ സമഗ്രമായ ഒരു നടപടി ഈ മേഖലയിൽ ഉണ്ടാവും. നയവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ സ്വാഭാവികമായി ആരംഭിക്കുന്ന സർക്കാരിന്റെ മദ്യനയം ഏതായാലും UDF പിന്തുടരാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടായിരിക്കും മദ്യനയം. LDF സർക്കാരിന്റെ ആ തെറ്റുകളൊക്കെ തിരുത്തുന്ന ഒരു മദ്യനയം ഉണ്ടാവുക. നമുക്ക് മദ്യനയം എക്സൈസ് നയം ഒരു
സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ തന്നെ നിർണായകമായി പങ്കുവഹിക്കുന്ന ഒന്നാണ്. സാമൂഹിക ആരോഗ്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് നയങ്ങൾ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഒരു റെഗുലർ മദ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും അതൊരു എൻഫോഴ്സ്മെന്റ് ഫോഴ്സും അതോടൊപ്പം തന്നെ അവയർനെസ് ഫോഴ്സുമാണ്. ഇത്തവണത്തെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എക്സൈസ് വകുപ്പ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് സമ്പൂർണ്ണമായി ഈ വകുപ്പിനെ ട്രാൻസ്ഫോം ചെയ്യണം, അതിന് ഒരു പരിവർത്തനം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു കാര്യം തന്നെയാണ് മദ്യനയം. അപ്പോൾ മദ്യനയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഞാൻ തുടർച്ചയായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ഉദ്യോഗസ്ഥന്മാരും വ്യത്യസ്ത മേഖലയിൽ ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസ്ഥാനത്തെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വിളിച്ചു ചേർത്ത് 3-3.5 മണിക്കൂറിൽ കൂടുതൽ അവരോട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. ഫീൽഡിൽ നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ കൂടാതെ മറ്റഭിപ്രായങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തത് ആന്റി നാർക്കോട്ടിക് ആക്ഷൻസിനാണ്. ഇപ്പോൾ എക്സൈസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ മയക്കുമരുന്ന് വേട്ട നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ എക്സൈസിന്റേതായ പ്രത്യേക മിഷൻ പ്രഖ്യാപിക്കപ്പെടും. വിമുക്തിയെ കൂടുതൽ ഫലപ്രദമാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ അടുത്ത ദിവസം ഒരു വിശദമായ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മദ്യനയത്തെ സംബന്ധിച്ച് മദ്യനയം എന്നത് വിപുലമായ ചർച്ചകൾ, എന്തായാലും LDFന്റെ മദ്യനയം ആയിരിക്കില്ല UDFന്റെ മദ്യനയം. അത് മാത്രമാണ് ഇപ്പോൾ ഉറപ്പ് നൽകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്നത് അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ആവശ്യമാണ്, മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് മദ്യവിരുദ്ധ സമിതികളുമായി ചർച്ച ചെയ്യും. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതുജനങ്ങളുടെ എല്ലാ അഭിപ്രായം സ്വീകരിക്കാനുള്ള സമീപനമുണ്ടാവും. അപ്പോൾ സമഗ്രമായി കേരളത്തിന്റെ സാമൂഹിക ആവശ്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന മദ്യവർജനത്തെ ഒരു ആശയമായി മുൻനിർത്തി റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് ആദ്യം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാവുന്നത്. തീർച്ചയായും കള്ള് വ്യവസായം എന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ്. നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, കേരളത്തിലെ ഏറ്റവും സാമൂഹികമായ അവശത ബാധിക്കുന്ന നിരവധി ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് കള്ള് വ്യവസായം. അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് അവിടെ കൃത്രിമ കള്ളും അല്ലെങ്കിൽ മായം ചേർക്കലും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഒരു തനത് വ്യവസായമായി അതിനെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടാവും. അത് ഞാൻ പെട്ടെന്നൊരു പറയുകയല്ല, എനിക്കും കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കാരണം ആ മേഖലയെക്കുറിച്ച് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് തന്നെ ദിവസങ്ങളെ ആവുന്നുള്ളൂ. അപ്പോൾ ആ മേഖലയിൽ ആഴത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട്. അതിൽ ഇത് കള്ളുഷാപ്പുകൾ ഏറ്റെടുത്ത് നടത്തുന്നവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്, തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയുമായി അനുബന്ധ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ട് സമഗ്രമായ ഒരു പഠനത്തോടുകൂടി ഈ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാകും. MR അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെ ബെബ്കോ MD സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നൊക്കെ വിവാദം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതേ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഔദ്യോഗികമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നത് അനൗചിത്യമാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു വകുപ്പിനുള്ളിൽ നടത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും ഇന്റേണൽ മാറ്ററാണ്. ഞാനത് പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരിക്കലും ശരിയായ കാര്യമല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത്ര ഔദ്യോഗിക തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി എല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണത്. തീർച്ചയായിട്ടും അതിനനുസൃതമായ തീരുമാനങ്ങളുണ്ടാകും. സംസ്ഥാനത്തെ ഈ ബാറുകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാതിരാത്രി വരെ തുറന്നിരിക്കുകയും മദ്യലഭ്യത കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ബാറിലെ ഉൾപ്പെടെ ജീവനക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, അവർക്ക് കുടുംബമുണ്ട്, അത് തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ഒരു സമയ ക്രമീകരണം, ആ രീതിയിൽ ഒരു പഴയ സമയ ക്രമീകരണത്തിലേക്ക് കൂടി പോകുന്നതിനെ കുറിച്ച് ആലോചന. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം തീരുമാനം ഉണ്ടാവും. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്. ഞാൻ അത് ഈ പറഞ്ഞതുപോലെ ബാർ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷനുമായി സംസാരിക്കുന്നുണ്ട്. തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായിട്ടുള്ള മീറ്റിംഗ് ഇപ്പം നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ അതിനുള്ളൊരു സമയമാണ്. കുറേ ദിവസം ഗ്യാപ്പ് കിട്ടും. ഇപ്പം നിയമസഭ ഈ പോളിസി ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഇടക്കാല ബജറ്റുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ചർച്ച, എക്സൈസിലെയും കോഓപ്പറേറ്റീവിലെയും ആദ്യഘട്ടത്തിലുള്ള ആളുകളുമായി ഉദ്യോഗസ്ഥരുള്ള ചർച്ചകളൊക്കെയാണ് നടന്നത്. അപ്പോൾ ഈ സമയമാറ്റക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് സമൂഹത്തിന് ഗുണകരമായ തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും.